അത്ഭുതം സംഭവിച്ചോടാ. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചേട്ടനാണ് വിജയത്തിന്റെ പിന്നിൽ പേരൊക്കെ തുടക്കി എന്റെ പേരുള്ള സ്റ്റേജ് രോഹിത് ശർമ്മ ഹൈറ്റ് 200 പ്രാവശ്യം. സിബി എവിടെ സെന്റ് ലൂസിയയുടെ സ്റ്റേഡിയത്തിന്റെ പേര് നാരായണസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഷെയ്ഖ് ഹസീന സ്റ്റേഡിയം, രാജീവ് ഗാന്ധി സ്റ്റേഡിയം. കോഹ്ലി, വിരാട് കോഹ്ലി ഹിയർ. You play in that US stadium. What kind of feeling is that? പറയാവുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇത്ര ഇന്ത്യൻ ടീമായിട്ട് പരിചയപ്പെട്ട ഏത് കളിക്കാരനെ പേഴ്സണലി ഇഷ്ടപ്പെട്ട? ഈ ഐലൻഡ് ഒന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നിട്ടില്ല, അന്തർവാഹിനിയോ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഒന്നുമില്ല. അതൊക്കെ ആർക്ക് വേണം? എല്ലാ ഐലൻഡിനും സ്വന്തമായിട്ടൊരു ബീറും ഉണ്ട്, സ്വന്തമായിട്ടൊരു റമ്മുണ്ട്. ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് സെന്റ് ലൂസിയ. അങ്ങനെ നമ്മളിന്ന് സെന്റ് ലൂസിയ എന്ന രാജ്യത്തോട് ഇന്ന് വിട പറയണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോവാണ്. ആ രാജ്യത്തിൻ്റെ പേരാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് അല്ല, ഡൊമിനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കരീബിയനിലത്തെ ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിലേക്ക് പോകുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഐലൻഡിലേക്ക് നമ്മൾ പോണത് ബോട്ടിലാണ് പോണത്. ആ ബോട്ടിൽ പോണത് ഒരു 4.5 മണിക്കൂറൊക്കെ കടലിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടെയും കരീബിയൻ കടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ആ ബോട്ട് എടുക്കാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ സെന്റ് ലൂസിയയിലെ കാസ്ട്രോസ്, ആ സ്ഥലത്തിൻ്റെ പേരൊന്നിട്ട് അടിയിൽ എഴുതി കാണിക്കാം, ഈ പട്ടണത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ കൂടെ സിബിച്ചൻ വരുന്നുണ്ട്. സിബിച്ചൻ വീട്ടിലേക്ക് പോയിരിക്കണം. സിബിച്ചൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ സിബിച്ചനും കൂടി നമ്മളിന്ന് വേറെ കുറച്ച് കണ്ടന്റുകളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. ഇന്നത്തെ ട്രാവലിസ്റ്റയുടെ കരീബിയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാസ്ട്രോസ് ടൗണിലേക്ക് പതുക്കെ അടുത്തോണ്ടിരിക്കണം. ഇവിടുന്ന് ഒരു ഫെറി ടെർമിനൽ ഉണ്ട്. ഈ ടൗണിൻ്റെ ഉള്ളിലാണ് എല്ലാ വലിയ വലിയ കപ്പലുകളും സംഭവങ്ങളൊക്കെ വരണത്. അപ്പോൾ ഈ ടൗണിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന യാത്രാ കപ്പലുകളൊക്കെ കൂടുതലും വരണത് കേട്ടോ. അതൊക്കെ നമുക്ക് പതുക്കെ കാണിച്ചു തരാം. നമ്മൾ ജമൈക്കയിലൊക്കെ അല്ലെങ്കിൽ ബഹാമസിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെർമിനലിൽ പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ. എത്രയാവും, എന്താവും, എങ്ങനെയാണ്, എപ്പോഴാണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ചോദിച്ചു നോക്കണം. കഴിഞ്ഞ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് തുറന്ന ഒരു എപ്പിസോഡാണ്. നമ്മൾ കരീബിയനെ പറ്റി കൂടുതൽ അറിഞ്ഞൊരു എപ്പിസോഡാണ്, കരീബിയൻ ഐലൻഡ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വോൾക്കാനിക് എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടോളൂ കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു സംഭവം കണ്ടപ്പോൾ. നമ്മൾ കരീബിയനിൽ ബീച്ചും സംഭവങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ച ആൾക്കാർക്ക് അടി കിട്ടിയെന്ന് പറയില്ലേ, എനിക്ക് നല്ല അടി കിട്ടി. അപ്പോൾ ആ ഒരു വോൾക്കാനിക് എപ്പിസോഡ് ആരും കണ്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. നമുക്ക് അമേരിക്കൻ വണ്ടികളും ഇവിടെ പല സ്ഥലങ്ങളും പോകുന്നുണ്ട്. വലിയ സ്കൂൾ ബസ്, വലിയ ലോറികളൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഹായ്, ജപ്പാൻ വണ്ടികളൊക്കെ വരുന്നത് സെക്കൻഡ് ഹാൻഡുകൾ കയറി വരുന്നുണ്ട്. കുറേ എല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് ഇവിടുത്തെ മെയിൻ, നമ്മുടെ നാട്ടിലത്തെ പോലെ. നമ്മളിപ്പോൾ സെന്റ് ലൂസിയയുടെ നോർത്ത് സൈഡിൽ നിൽക്കണം. നമ്മൾ സൗത്തിലാണ് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത് ആദ്യത്തെ ദിവസം, മിനിഞ്ഞാന്ന് വന്നത്. ഇന്ന് നമ്മൾ നോർത്തിലേക്ക് എത്തി. ഇന്നലെ വൈകിട്ട് ഒരു 1-2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നമ്മളൊരു ഹിന്ദി ചേട്ടൻ്റെ കൂടെയാണ് ഇന്നലെ വന്നിട്ടാ. ഇവിടുത്തെ ഒരു ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യണ ഒരാളാണ്. ബോംബെ ബേസിൽ ചേട്ടനോടാണ് നമ്മളിവിടെ വരെ എത്തിയത്. ആളിനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാ. ഇവിടെ വന്ന് നമ്മൾ റൂം എടുത്ത് താമസിച്ചു. റൂം സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ കാണിക്കാട്ടോ. നമ്മൾ ഇന്ത്യക്കാരെ എവിടെ പോയാലും ബാക്കിയുള്ള ഇന്ത്യക്കാരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ കേട്ടോ. പുള്ളിക്കാരനെ ആദ്യം തന്നെ നല്ല വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. വെൽക്കമിങ് വന്നിട്ട് ആള് എനിക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചു വെള്ളം മേടിച്ചു തന്നു. അത് കഴിഞ്ഞ് ആൾ പറഞ്ഞു നല്ല ചിക്കൻ കിട്ടുമെന്ന് പറഞ്ഞു. ചിക്കൻ എന്തൊരു പേര് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആൾ വാങ്ങിയെന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്തു കേട്ടോ. അത് എടുത്തു പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടെർമിനൽ ഏകദേശം അടുത്ത് തുടങ്ങി. കുറച്ച് നടക്കാണ്ട് ഇവിടെ വലിയ വലിയ കപ്പലുകളൊക്കെ നമ്മൾ ബഹാമസിൽ കണ്ട പോലെ വലിയ വലിയ കപ്പലുകളൊക്കെ വന്ന് ഇറക്കണം. നോർവീജിയൻ വിവ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെൻ്റെ ഒരു കൂട്ടുകാരൻ വർക്ക് ചെയ്യണമെന്ന് സംശയം കേട്ടോ. നോർവീജിയൻ വിവ ഇന്നലെ വരുമ്പോൾ 2-3 വലിയ വേറെ കപ്പലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു ചെറിയൊരു പാർക്ക്, ഇവിടെ വൈഫൈ ഒക്കെ അവൈലബിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് പാർക്കിലേക്ക് വരുമ്പോൾ. കളിക്കുന്നു നോക്കിയാ, ടൂറിസ്റ്റേഴ്സ് അട്രാക്ട് ചെയ്യാൻ പരിപാടി നോക്കിയാ. ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ നാട്ടിൽ വന്നെങ്കിലുള്ള അവസ്ഥ ചോദിക്കുക, ഹെവി അല്ലേ. ഓ അത് കളിക്കട്ടോ. ഈ വരുന്ന കപ്പലിൽ വരുന്ന ടൂറിസ്റ്റേഴ്സിനെ ഈ ഒരു പട്ടണം അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു നഗരം കാണിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ കാണാട്ടോ. ചിലപ്പോൾ പ്രൈവറ്റ് റിസോർട്ടുകാരായിരിക്കട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതൊരു നല്ല കാഴ്ചയായി. എന്ത് നീറ്റ്നെസ്സാന്ന് നോക്കിയാലേ. ഓരോ സൈഡിലൊരു കുപ്പിപ്പാട്ട പോലും ഇല്ല കേട്ടോ. അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം നോക്കിയാൽ. പണിയില്ലെന്ന് പറയാൻ പറ്റില്ല, പണിയുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ ഒരു നോർവീജിയൻ വിവ കൂറ്റൻ കപ്പൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നമ്മളിതുവരെ യാത്രാ കപ്പലിൽ കാണാത്തൊരു വയലറ്റ് കളർ കേട്ടോ. വയലറ്റ് കളറുള്ള നമ്മൾ കാണാം. മൾട്ടിപ്പിൾ കളർ റെഡ് ചുമപ്പൊക്കെയാണ് കാണാറ്. എല്ലാം ഉണ്ടാക്കിയിട്ടാൽ പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു
യാഥാർത്ഥ്യം അവർ ചെയ്തുകൊണ്ടിരിക്കണ്ട. എല്ലാം മെയിൻ അത് അത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുസുക്കിയുടെ വണ്ടികളും അതേപോലെ മിസ്തുബിഷിയുടെ വണ്ടികളൊക്കെ കൂടുതലും കാണണം കേട്ടോ. ഇത് മിസ്തുബിഷി, ടൊയോട്ട, ഹുണ്ടായി, എല്ലാ വണ്ടികളുണ്ട്. നമുക്ക് ചൈനീസ് വണ്ടികളൊന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടാ. ഇപ്പം എന്തായാലും നമ്മൾ ആ ഒരു ഗൾഫ് താണ്ടിയിട്ട് വേണം അങ്ങനെ എത്തണമെങ്കിൽ. അവിടെ കേട്ടോ നമ്മുടെ ഫെറി ടെർമിനൽ. സെൻറ്റ് ലൂസിയയിലെ ശരിക്കും മെയിൻ ടവറുകൾ അല്ലെങ്കിൽ മെയിൻ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഈ പറഞ്ഞ കാസ്ട്രിപ്പ് ഈ സിറ്റിയിലാണ് കേട്ടോ. ഈ സിറ്റിയിലാണ് എല്ലാ ഔദ്യോഗികമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും ഗവൺമെൻറ് ഓഫീസുകളും ഇവിടുത്തെ പരമോന്നതൻ്റെ വീടും അവരുടെ ഓഫീസൊക്കെ ഈ ഒരു പറഞ്ഞ പട്ടണത്തിലാട്ടോ. ഇതിന് സെൻറ്റ് ലൂസിയയിലെ ഏറ്റവും വലിയ പട്ടണം. നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണാട്ടോ. ആകെ 5-6 ബിൽഡിങ്ങുള്ളോ, ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളും ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഉള്ളൂ. ആഹാ, ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. അത് എടുത്തു പറയുന്ന സംഭവമാണ്. അപ്പോൾ അവർ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സാധാരണക്കാർക്ക് നടന്നു പോകാനായിട്ട് ഒരു സൈഡ് റോഡിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പാത്ത് വേ പണിതിട്ടുണ്ടോ. അതുകൊണ്ട് ആര് വന്നാലും ടൂറിസ്റ്റേഴ്സ് വന്നാലും ഇങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം. സ്വല്പം ഡേഞ്ചറുണ്ട്, പിള്ളേരൊക്കെ വന്നു ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. സർ സ്റ്റാൻലിങ്നെസ് ജെയിംസ് ബിൽഡിംഗ്. ആകെ 3-4 ബിൽഡിങ്ങുള്ളൂ മെയിനായിട്ട്. അപ്പോൾ സായിപ്പ ചേട്ടാ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആർമാദിക്കുന്നു കേട്ടോ. ഇവരെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ടൂറിസ്റ്റേഴ്സ് എന്താ പറയുക, കപ്പലിൽ വന്നിട്ട് ഇങ്ങനത്തെ ബോട്ടുകളൊക്കെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ട്, ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനാണ് കൂടുതലും ഇറങ്ങാം കേട്ടോ. അവിടെ ഒരു കണ്ടെയ്നർ കപ്പൽ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ ഫെറി ടെർമിനൽ ഇവിടെയാണ് കേട്ടോ. അവിടെ നോക്കിയപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മൾ 5 വർഷം മുമ്പ് തൃശ്ശൂർ അങ്ങാടി സൈക്കിളിൽ വെട്ടി നടക്കുമ്പോൾ ആരെങ്കിലും പ്രതീക്ഷിച്ചില്ല. ഞാനടക്കം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ കരീബിയൻ ഐലൻഡ് വരും, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും, ഇങ്ങനെ രാജ്യങ്ങളെ കൂടാം, ഇങ്ങനെ ഇത്രയധികം രാജ്യങ്ങൾ കാണാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ഭാഗ്യമാണ്. നിങ്ങൾ തന്നൊരു സപ്പോർട്ട് തന്നെ കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ വ്യൂവേഴ്സ് കാണാനില്ലെങ്കിലും അല്ലെങ്കിൽ അതിലൊരു ത്രില്ല് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിതൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം കൊടുത്തോളാം. സെൻറ്റ് ലൂസിയ, വെൽക്കം ടു സെൻറ്റ് ലൂസിയ. ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകളൊന്നും ഇടിക്കാതിരിക്കാനായിട്ട് അവർ പെയിന്റ് അടിച്ച് കൊടുക്കുന്നുണ്ടോ. ഇതുണ്ടോ, കിളിപ്പച്ച, കിളിമഞ്ഞ, നീല. ഇവിടെ ഒരു സ്റ്റാച്ചു നിൽക്കണ നോക്കി നിങ്ങൾ. കല്ലക്കിലോ അത് വഞ്ചി തുഴയണ 4 പേരുടെ കേട്ടോ. സംഭവം ചെറുതാണെങ്കിൽ അതിനെന്തൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് വേണത് സ്ലേവ്സിന് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എന്തോ ഒരു കൺസെപ്റ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കോൺവേ ബിസിനസ് സെൻറ്റർ അത്രയ്ക്കുള്ള വലിയ ബിൽഡിങ്ങുകളായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബിൽഡിങ്ങുകളൊന്നും ഇല്ല. 1, 2, 3, 4, 5 ഇതിന് മെയിൻ ബിൽഡിങ് നമുക്ക് ഇവിടെ നിന്ന് കാണണം കേട്ടോ. വേറെ വലിയ ബിൽഡിങ്ങൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ലടാ. അവിടെ ഒരു ബിൽഡിങ് എടുക്കുന്നുണ്ട്. നമുക്കെന്തായാലും ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോണ റൂട്ട് ഇതാണ്. അതൊക്കെ നമുക്ക് നടക്കാം. അപ്പുറത്തെ സൈഡിലൊക്കെ മാർക്കറ്റാണ്. ഡ്രസ്സിൻ്റെ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും, ക്രാഫ്റ്റിൻ്റെ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും ഉണ്ടാ. ഈ ടാക്സി ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലിറങ്ങി വരുന്ന ആൾക്കാർ, ഈ ടാക്സിക്കാർക്ക് ലോക്കൽ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. ഫോറിനേഴ്സ് ഇങ്ങനെ വന്ന് ഒരു 200 പേരെ ഒരു ഓർഡർ വരും, അല്ലെങ്കിൽ 200 പേരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് വരും. അപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ പൂട്ടാം. വലിയ ബസ്സുകളൊന്നുമില്ല. നമ്മൾ മറ്റേ കോസ്റ്റൽ പോലത്തെ ടൊയോട്ടയുടെ ബസ്സുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഇങ്ങനത്തെ വണ്ടികളുണ്ട് ഇവിടെ ടാക്സി ആയിട്ട് ഓടണം കേട്ടോ. ഒക്കെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടികളുണ്ട് മൊത്തം. ഇവിടെ ഫുള്ള് മാർക്കറ്റാണ്, ക്രാഫ്റ്റ് മാർക്കറ്റും സെൻറ്റ് ലൂസിയയുടെ ടീഷർട്ടൊക്കെ വിൽക്കണ കടകൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണാം കേട്ടോ. കാസ്ട്രീസ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കടകളുടെ എല്ലാവരും ഇവിടുത്തെ ലോക്കൽസ് കൂടുതൽ എല്ലാ കടകളിലും ഫോറിനേഴ്സിനെ കാണാം. ഇപ്പോൾ ഒരു കപ്പല വന്നിട്ടുള്ളൂ. ഒരു 3-4 കപ്പൽ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ കടകൾ പ്രതീക്ഷിക്കാം. ഒരു ഫ്രഞ്ച് മിക്സ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് നമുക്ക് മൊത്തം. ഫ്രഞ്ചും UK ഇംഗ്ലീഷ് മിക്സ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ പോർട്ട് അതോറിറ്റിയുടെ ഓഫീസിലേക്ക് എത്തിക്കുക കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് പോകണ ബോട്ട് വന്നിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. എവിടെയോ എടുക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ജപ്പാനിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ക്ലിയറൻസ് കിട്ടാനായിട്ടുള്ളതാണ്. നമുക്ക് ഫെറി ടെർമിനലുണ്ടോ. സ്ലാസ്പ സെൻറ്റ് ലൂസിയ എയർ ആൻഡ് സീ പോർട്ട് അതോറിറ്റി. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇതുണ്ട് ഈ ബോട്ടിലെ ഫറസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ബോട്ടിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് കേട്ടോ. സെൻറ്റ് ലൂസിയ, മാർട്ടിനിക്, ഡൊമിനിക്ക, ഗുഡേലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 ഐലൻഡുകളിലേക്ക് ഇവിടെ നിന്ന് ഈ ബോട്ട് പോകണം കേട്ടോ.
അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുട്ടാ. നമ്മുടെ ബോട്ട് 2 മണിക്കാണ്. നാട്ടിലത്തെ US ഡോളർ $82 നമുക്ക് ചിലവായിട്ടാ. $82 നാട്ടിലത്തെ ഒരു 6000 രൂപയാണ് ഇവിടെ നിന്നുള്ള ബോട്ട്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിക്കുകയാണെങ്കിൽ $200, ഏകദേശം ഒരു 15000 16000 ആ റേഞ്ചിൽ വരും. ഇവിടെ നമുക്ക് ഫ്രഞ്ച് ടെറിട്ടറി ആയിട്ടുള്ള മാൻഡിനിക്കും ഗുവാഡിലോപ്പൊക്കെ പോകാം നമുക്ക്. പക്ഷേ നമുക്ക് അതിൻ്റെ വിസ വേണ്ട വേറെ, എന്നാൽ മാത്രമേ ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇനി ഡൊമിനിക്ക വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മുടെ മേനെ പ്യാർക്കിയെ എത്തിയിട്ടാ. അശാൻ, ഗുഡ് മോർണിംഗ്. കറക്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാണല്ലോ. ടൈമിംഗ് പ്രത്യേകത ക്രിക്കറ്റ് കളിക്കാരൊപ്പം കളിക്കുമ്പോൾ ടൈമിംഗ് ഇല്ലെങ്കിൽ കാര്യമില്ലേ? അതെ അതെ, കളിക്കാർക്ക് ടൈമിംഗ് വേണം, ലോജിസ്റ്റിക്സിന് ടൈമിംഗ് വേണം. അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം. നമ്മളിപ്പോ പോണതില്ലേ ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് എടുക്കാനാണ്. എന്നിട്ട് ബാക്കിയുള്ളത് പറയാം. ഇതാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ്. ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ഷെഡ്യൂളൊക്കെ എങ്ങനെയാ? ഗവൺമെന്റ് രീതികളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം എന്ന് പറയും. അപ്പൊ നമ്മുടെ നാടുമായിട്ട് ഒരുപാട് സാമ്യമുള്ളത്, കാരണം ഇത് 2 ബ്രിട്ടീഷ് അഡോപ്റ്റ് ചെയ്തായതുകൊണ്ട്. അപ്പൊ ഇവിടെ ഗവർണറുണ്ട്. ഗവർണറാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആൾക്കാർ ഇലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ. പക്ഷെ ഇലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, പ്രൈം മിനിസ്റ്ററാണ്. അത് പ്രൈം മിനിസ്റ്റർ മാത്രം പവറാണ് ഇലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ 17 പാർലമെന്റ് മണ്ഡലങ്ങള്. അപ്പം അങ്ങനെ ജയിക്കുന്നവരെല്ലാവരും മന്ത്രിമാരാ. കാരണം ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ. ബാക്കി അല്ലാതെ മന്ത്രിമാരില്ലാത്ത MP-മാരായിട്ട് മാത്രം ഇരിക്കുന്നവർ വളരെ കുറവാണ്. ഗവർണറാണ് നമ്മുടെ പാർലമെന്റ് തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പൊ ഗവർണറുടെ ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഗവർണർ എല്ലാ സംസ്ഥാനത്തിലും കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയുടെ പ്രതിനിധിയായിട്ട് ഒരു ഗവർണറുണ്ട്. അപ്പൊ ആ ഗവർണർ ഡേ ടു ഡേ ഇതിലൊന്നും ഇടപെടത്തില്ല, മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഒരു പദവിയിലിരിക്കും. ഇതൊക്കെ മോണിറ്റർ ചെയ്യും, ഒഫീഷ്യൽ സെറിമണി എല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഗവർണറെ ഓൾമോസ്റ്റ് അത് തന്നെ, ഭരണമെല്ലാം സർക്കാർ തന്നെ. ഈ ഗവർണറെ വെക്കണമെന്ന് ഇവരെ അങ്ങോട്ട് പറയാം കേട്ടോ. ഇവരങ്ങോട്ട് പറയുന്നത് അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമുള്ള ഗവർണർ വെക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ സർക്കാർ പറയും ഈ ആളിനെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഗവർണറെ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരെ അപ്പോയിന്റ് ചെയ്ത് ഗവർണറാക്കും. അപ്പോ ഇവിടെ ഒരു സെനറ്റ് ഉണ്ട്. സെനറ്റ് നമ്മുടെ നാട്ടിലെ രാജ്യസഭ ലോക്സഭ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ പാർലമെന്റ് 2 സഭകളുണ്ട്. അത് ഇലക്ടഡ് അല്ല, അത് അപ്പോയിന്റഡ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടിക്ക്, റൂളിംഗ് പാർട്ടിക്ക് 4 പേരെ അപ്പോയിന്റ് ചെയ്യാം, ഓപ്പോസിഷൻ പാർട്ടിക്ക് 3 പേരെ അപ്പോയിന്റ് ചെയ്യാം, ഗവർണർക്ക് 2 പേരെ അപ്പോയിന്റ് ചെയ്യാം. ഏത് ഒരു ബില്ല് പാർലമെന്റ് വന്ന് പാസ്സായി കഴിഞ്ഞിട്ട് സെനറ്റിൽ വന്ന് അപ്രൂവ് ആയി കഴിയുമ്പോഴേ അത് നിയമമാവും. അതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമം പോലെ തന്നെ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ നിയമം പോലെ പറയാൻ കാരണം ഇത് നമ്മൾ പലതും ബ്രിട്ടീഷ് ഇതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാ. അതുപോലെ ഇവിടെ അത് തന്നെ. ഇത് സ്വതന്ത്ര പരമാധികാര രാജ്യമല്ല, സ്വതന്ത്ര രാജ്യമാണ്. പരമാധികാരമല്ല, പരമാധികാരം ഇപ്പോഴും റോയൽ ഫാമിലിക്കാണ്, UK ആണ്. അപ്പൊ ചാൾസ് രാജകുമാരനാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് അതോറിറ്റി. ഇപ്പൊ ഇവര് പറയുന്നത് മദർ ബ്രിട്ടൻ. അപ്പൊ ഇവിടെ സെന്റ് ലൂഷ്യ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അതിന് പകരം ചോദിക്കാൻ വരുന്നത് ബ്രിട്ടീഷുകാരായിരിക്കും, UK എന്നുള്ള പട്ടാളക്കാരാണ്. അപ്പം അവർക്ക് ഇങ്ങോട്ട് വരാൻ വിസ വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും വിസ വേണ്ട. അപ്പൊ ടെറിട്ടറി ആണെന്ന് ചോദിച്ചാലല്ല. സെന്റ് ലൂഷ്യക്കാർക്ക് UK പോയി 6 മാസം, സെന്റ് ലൂഷ്യ പാസ്പോർട്ട് വെച്ച് 6 മാസം വരെ താമസിക്കാം UK-ല്. അപ്പൊ എന്ത് പർപ്പസ് മാത്രം പറഞ്ഞാൽ മതി, വിസയെ വേണ്ട, വിസ കൊണ്ട് അറിവില്ല, വിസയെ വേണ്ട എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഈ ബ്രിട്ടീഷ് റോയൽ ഫാമിലി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ വലിയ റിസപ്ഷനാണ് അവർ വരുമ്പോൾ. കാരണം അവരുടെ രാജ്യത്തേക്ക് വരുന്ന പോലുള്ള ഒരു ഫീലാണ്. മദർ ബ്രിട്ടൻ അങ്ങനെയാണ് പറയുന്നത്. നമ്മള് സെന്റ് ലൂസിയുടെ ദാരിദ്ര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയം വെർഷൻ ആയിരുന്നു നമ്മുടെ അടിഭാഗത്ത് കണ്ടത്. പക്ഷെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോഴാണ് സെന്റ് ലൂസിയുടെ പവർ നമ്മൾ കാണാൻ പോകട്ടാ. ഇവിടെയാണ് ഈ പറഞ്ഞ മില്യനേഴ്സും ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഫുള്ള് വീടും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഇവിടെയാണ് പോപ്പുലേഷൻ കൂടുതൽ, ഇതാണ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ഇവിടെയാണ് മാത്രമേ ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന ഏരിയ. നമ്മളിപ്പോ ക്യാപിറ്റലിൽ നിന്ന് ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നതാണ്. സെന്റ് ലൂഷ്യ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു പ്രധാന കാര്യം പറഞ്ഞില്ല. സെന്റ് ലൂഷ്യ ഒരു സെന്റർ ലെഫ്റ്റ് എന്ന് പറയും, ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു രാജ്യമാണ് സെന്റ് ലൂഷ്യ. ഇവിടുത്തെ എല്ലാ പൊളിറ്റീഷ്യനിലും 2 പാർട്ടിയുണ്ട്. സെന്റ് ലൂഷ്യ ലേബർ പാർട്ടി, യുണൈറ്റഡ് വർക്കേഴ്സ് പാർട്ടി. സെന്റ് ലൂഷ്യ ലേബർ പാർട്ടിയുടെ കൊടിയുടെ കളർ ചുവപ്പാണ്. ഇവര് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്രേഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു ലാറ്റിൻ അമേരിക്കൻ ക്യൂബൻ പൊളിറ്റിക്കൽ ഓറിയന്റേഷനോട് അതിന്റെ മൈൻഡ് സെറ്റ് ഉള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് അല്ല, പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല, പക്ഷേ സെന്റർ ലെഫ്റ്റ് എന്ന് പറയും, ഇടതിനോട് അടുത്ത് നിൽക്കുന്ന ക്യൂബയുടെ പ്രതാപകാലത്ത് ക്യൂബയുടെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ, ഇവിടുത്തെ ഒരുപാട് ഡോക്ടേഴ്സ് ക്യൂബയിൽ പോയി പഠിച്ചവരാണ്, മെഡിക്കൽ ഡോക്ടേഴ്സും ഡെന്റൽ ഡോക്ടേഴ്സും. ഇപ്പോഴും സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും ഫുഡും പഠിത്തവും എല്ലാം അടക്കമുള്ള ഫുൾ സ്കോളർഷിപ്പ്.
അത് രസമുള്ള ഏരിയകളുണ്ടെന്നുള്ള ഇവിടെ അല്ലേ? ഇവിടെ ഇത് ഐലൻഡ് ആയിട്ട് എങ്ങോട്ട് നോക്കിയാലും രസമാണ്. അല്ല ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിപ്പോ വെള്ളം മാത്രം അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയണില്ലേ, നമുക്കൊരു ഓരോ കൺസ്ട്രക്ഷൻ ആയാലും ഇപ്പൊ ഇവരെ ബിൽഡിങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു. നമ്മുടെ എയർപോർട്ടിൽ ഇവിടെ വന്നിറങ്ങിയപ്പോ കണ്ടൊരു കാഴ്ച നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ത്രികോണം വരച്ച് വെക്കുന്നതന്നെ, ഒരു കൊട വെക്കുന്നത് അവിടെ. എല്ലാ ബിൽഡിങ്ങിന്റെയും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ആർച്ച് അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ ഒരു സാധനം നമ്മൾ ഒരു പേര് പറയാം നമ്മുടെ നാട്ടിലേന്. ഈ സ്ട്രീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെയാണ് വീക്കെൻഡിലെ വൈബ് അല്ല. അതായത് ഒരു ഫ്രൈഡേ നൈറ്റ്, സാറ്റർഡേ നൈറ്റ് ഇവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. തിരക്കാണ്, ജനക്കൂട്ടം. നൈറ്റ് ലൈഫിന്റെ ഇതാണ് നൈറ്റ് ലൈഫിന്റെ. നമ്മളിപ്പോ റോഡ് ടൈമിലാണ് ഇതിലെ പോകുന്നതേ ഉള്ളൂ. ജനക്കൂട്ടമാണ്. അത് എല്ലാ വീക്കെൻഡും അങ്ങനെയാണ്. സീസൺ ആണെങ്കിൽ പിന്നെ തീരെ പറയണ്ട. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് സ്പൈസ് ഓഫ് ഇന്ത്യ. അത് കളിക്കില്ലോ അല്ലേ? അതെ, ഡൽഹിയിലുള്ള ആദിൽ ഷെർവാരി എന്ന് പറഞ്ഞ ഒരാൾ. ഡൽഹിയിലുള്ള നല്ല ക്വാളിറ്റി ഫുഡ്. ഇവിടുത്തെ ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളാണ് ബേവാക് മാള്. വലിയൊരു ഇവിടുത്തെ സ്റ്റാൻഡേർഡ്. അതെ 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 അതെ. ഇവിടെ അത്ര എക്സ്പെൻസീവ് അല്ല വലിയ, പക്ഷേ എന്നാൽ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറന്റുകളുണ്ട്. പക്ഷേ വലിയ ബോംബെയിലൊക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ചെന്നാലേ അതെ എല്ലാ ക്ലാസ്സിനും എല്ലാ നിലവാരത്തിലും മാളുകളും പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവരുടെ ഓണാണോ? ഇത് പുതുതായിട്ട് എല്ലാ ഐലൻഡിനും കുപ്പി ഉണ്ടല്ലോ. അതെ അതെ. ഞാൻ തമാശക്ക് പറയേ, ഈ ഐലൻഡ് ഒന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നിട്ടില്ല. ഈ ഐലൻഡിലൊന്നും പിന്നെ അന്തർവാഹിനിയോ അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഒന്നുമില്ല. അതൊക്കെ ആർക്ക് വേണം? എല്ലാ ഐലൻഡിനും സ്വന്തമായിട്ടൊരു ബിയറും ഉണ്ട്, സ്വന്തമായിട്ടൊരു റമ്മുണ്ട്. അതാണ് ഭയങ്കര നൊസ്റ്റാൾജിയ അവർക്ക്, ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. എവിടെങ്കിലും ഒക്കെ പോയാല് അവരുടെ ബിയർ മാത്രമേ അടിച്ചു കുടിക്കുള്ളൂ. ഇവിടെ ഫോറിൻ ബിയറാണ്. പിറ്റോൺ ഇവിടുത്തെ സ്വന്തം ബിയറും ഹരിക്കാൻ ഇവിടുത്തെ ഫോറിൻ ബിയർ. പിറ്റോൺ നമ്മുടെ മുത്താണ്. അതെ, ടേസ്റ്റ് ആണ്. കാരണം എന്താ പറയാ, ഈ ബിയറിനകത്തല്ലേ വെള്ളത്തിന്റെ പെർസെന്റേജ് കൂടുതൽ. അപ്പൊ ഇവിടെ ഈ അഗ്നിപർവ്വം ഇതൊക്കെ പൊട്ടിയതുകൊണ്ട് വെള്ളത്തിന് നല്ല ക്വാളിറ്റിയാണ്, വെള്ളത്തിന് നല്ല ടേസ്റ്റുമാണ്. അപ്പൊ വെള്ളം ഏതൊരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് ഒരു ടേസ്റ്റിന് വ്യത്യാസം. ഫുള്ള് ഡോക്കുകളാണല്ലോ, ഡോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. പാർക്കിംഗ് സ്റ്റേഷനാണുള്ളത്. ഇവിടെ അറ്റ്ലാന്റിക് റാലി ഓഫ് ക്രൂയിസ് വളരെ പേര് കേട്ട ഈ കടൽ യാനങ്ങള് ഒരു പോയിന്റിൽ നിന്ന് വന്ന് ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആയിരുന്നു. ഈ ജൂലിയൻ ആൽഫ്രഡാണ് കഴിഞ്ഞ ഇതില് ഇതെടുത്തല്ലേ, മറ്റേ ഗോൾഡ് അടിച്ചല്ലേ. സെന്റ് ലൂസിയക്ക് വേണ്ടിട്ട് 100 മീറ്ററില് ജൂലിയനാണ് കേട്ടോ അവിടെ അടിച്ചത്. കാരണം ജൂലിയന്റെ പടം എല്ലായിടത്തും അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നമ്മുടെ നാട്ടില് വേൾഡ് കപ്പ് എടുത്താൽ മാത്രം ഇന്ത്യയിലെ മാപ്പ് പോകുന്നുള്ളൂ. ഇവിടെ എല്ലായിടത്തും 2 കൊല്ലം കഴിഞ്ഞാലും 3 കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ കുറ്റം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ വരണം ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എല്ലായിടത്തും ഇപ്പം ഹുസൈൻ ബോൾട്ട്, നമ്മൾ ജമൈക്കയിൽ പോയിപ്പോൾ ഹുസൈൻ ബോൾട്ടിന്റെ പടം എല്ലായിടത്തും ഉണ്ടോ എന്ന് പോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് ഡോക്ക് കാണാം. അപ്പൊ ഇനിയാണ് നമ്മൾ കാണാൻ പോണത് അല്ലേ? അതെ 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 അതെ. എവിടേക്ക് പോകണം നമ്മള്? അത് പോകുന്നത് ഡാരൻസാമി നാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്സ് എന്ന് പറയും. അതായത് പിന്നെ സെന്റ് ലൂഷ്യയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. ഇവിടെ കളിച്ച കളിയിൽ ഇന്ത്യ ജയിച്ചപ്പോഴാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ക്വാളിഫൈഡ് ആയത്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് നമ്മൾ വേറെ സ്ഥലത്തോടെ പോകുന്നത് പീജിയൻ പോയിന്റ് എന്ന് പറയും. പീജിയൻ പോയിന്റ് എന്ന് പറഞ്ഞാല് അത് പീജിയൻ പോയിന്റ് വീട്ടിൽ എന്ന് പറഞ്ഞാല് അത് പീജിയൻ ഐലൻഡ് ആയിരുന്നു. അതൊരു ഐലൻഡ് ആയിരുന്നു. ആ ഐലൻഡിനെ മണ്ണിട്ട് നികത്തി, മാൻമെയ്ഡ് ആയിട്ട് മണ്ണിട്ട് നികത്തി കണക്ട് ചെയ്തു. അത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാ. അത് വലിയൊരു കുന്നും, അതിന്റെ പുറത്ത് കുറെ പഴയ പണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു യുദ്ധം ചെയ്തപ്പോൾ ഉപയോഗിച്ച സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ ഇതൊന്നും അല്ല അതിന് ഏറ്റവും വലിയ രസം. അതിന് ഏറ്റവും വലിയ രസം വെച്ചാല് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ വലത്തെ സൈഡ് അറ്റ്ലാന്റിക്, ഇടത്തെ സൈഡ് കരീബിയൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇടത്ത് വലത് പറയണ്ട. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ തിരയടിക്കുന്ന ശബ്ദം കേൾക്കാം, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു തടാകം. ദൃശ്യാവിഷ്കാരത്തിലേക്ക് നമ്മൾ പോണത്. ഒപ്പം തന്നെ ആ സ്റ്റേഡിയത്തിന് ഇപ്പൊ റിട്ടയർഡ് ആവാത്ത ആളുടെ പേരിലുള്ള സ്റ്റേഡിയം. അതെ അതെ അതാണ്. അതായത് സാധാരണഗതിയിൽ ഒരാൾ ക്രിക്കറ്റ് കളിച്ച് റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞാൽ പേര് കൊടുക്കുന്നത്. ഇത് ഡാരൻസാമി 2ാമത്തെ പ്രാവശ്യം വേൾഡ് കപ്പ് ജയിച്ചപ്പോ തന്നെ അതായത് സ്വന്തം പേരുള്ള സ്റ്റേഡിയത്തിൽ കളിക്കാൻ പറ്റിയ ഭാഗ്യം അപൂർവം പ്ലേസിലുണ്ടാവും. അത് ഒരു പ്രാവശ്യം ഏറ്റവും കൂടുതൽ കളിച്ചോണ്ട് പുള്ളിയാണ് സ്റ്റേഡിയത്തിന്റെ പേര്. അതായത് പുള്ളിയുടെ ഒരു കോമഡി ഉണ്ട്. പുള്ളി ഇങ്ങനെ പുള്ളി ഒരു വീഡിയോ ഇട്ടത് എനിക്ക് വന്നാ പേരൊക്കെ തുടക്കിക്കല, എന്റെ പേരുള്ള സ്റ്റേഡിയം അഴിക്കാക്കരുത് പറഞ്ഞേ. മറ്റേ ആ കാണാറുണ്ട്. നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ പുള്ളിയാണല്ലോ. ഇപ്പം
സെന്റ് ലൂസിയയിലെ സ്റ്റേഡിയത്തിന്റെ പേര് ഡാരൻ സാമി ക്രിക്കറ്റ് സ്റ്റേഡിയം. കാര്യം ഡാരൻ സാമി വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആന്റിഗെ ചെല്ലുമ്പോൾ വിവി റിച്ചാർഡ്സിന്റെ പേരുള്ള സ്റ്റേഡിയം. ആംബ്രോസിന്റെ പേരിലെന്നത് വേറെ സ്ഥലങ്ങളുണ്ട്. അതേസമയം നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഷെയ്ഖ് ഹസീന സ്റ്റേഡിയം, രാജീവ് ഗാന്ധി സ്റ്റേഡിയം, പ്ലേയേഴ്സിന്റെ പേരിലില്ല സ്റ്റേഡിയം ഇല്ല. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു പി ജി എൻ ഐലൻഡിലേക്ക് നമ്മൾ എത്തിരിക്കട്ടെ. ആ ഒരു മനോഹാരിത, ആ ഭൂമിയുടെ ആ നാച്ചുറൽ മനോഹാരിത കാണാൻ വേണ്ടി വന്നിരിക്കട്ടെ. അപ്പൊ നമ്മള് ആ മായ ലോകത്തേക്ക് എത്തിരിക്കട്ടാ. ആ ഒരു പി ജി എൻ ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കട്ടാ. പി ജി എൻ ഐലൻഡ്, ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഐലൻഡ് ട്ടാ. ഓഫ്, ഏതാ ലോകം. ചില്ല് ചെയ്യാൻ വേണ്ടിട്ടുണ്ടല്ലോ, ലോകത്തിൽ എവിടെ പോയാലും ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ടാവില്ല അല്ലേ. അവിടെ ഒരു വണ്ടി പോണൊക്കെ എല്ലാ രാജ്യത്തിനും ഫ്ലാഗ് അതും വേണ്ടിട്ടോ. ഇവിടെ കപ്പലിൽ വരുന്ന ആൾക്കാരല്ലേ ഇവിടെ വരുന്ന ക്രൂസിൽ വന്നിട്ട് ക്രൂസിന്റെ പാക്കേജ് ഉണ്ട്. അവരിവിടെ വന്ന് ഇത് നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതുകൊണ്ട് ക്രൂസിൽ വന്ന ആൾക്കാർ അവരോട് വന്ന് റിലാക്സ് ചെയ്ത് ഇവിടുന്ന് ഇത് കണ്ടോ, ഇവിടെ ഈ കടകളൊക്കെ കണ്ടോ, ചെറിയ ലോക്കൽ റെസ്റ്റോറന്റുകളൊക്കെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ക്രൂസ് വീണ്ടും ആ ക്രൂസ് വൈകുന്നേരം വേറെ ഐലൻഡിലോട്ട് സെന്റ് വിൻസെന്റോ ബാർബഡോസോ വേറെ ഐലൻഡിലോട്ട് പോകും. ഓക്കെ. എന്തായാലും ഇത് കരീബിയൻ സീയുടെ കാമനസ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അറ്റ്ലാന്റിക് സീ നമുക്ക് അറ്റത്ത് കാണാനുണ്ട്. നമുക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോട്ടാ. ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോ ഭംഗിയാണ് അവർ കൊടുത്തിരിക്കുന്നത്, കളർഫുൾ ആക്കിയിട്ടില്ലേ. അതെ അതെ അതെ. ഞാൻ സാധാരണ എപ്പോഴും പറയും, ചെറിയ സ്ഥലമാണെങ്കിൽ ഓരോ 3 കിലോമീറ്റർ ഓരോ 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ സ്റ്റൈലാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ പോയിടത്തൊക്കെ വീതി കുറഞ്ഞ റോഡുകളും കുറച്ച് ഇവിടെ ഭയങ്കരമായിട്ട് വൈഡല്ലേ, ഭയങ്കര വിശാലമായിട്ട് ഇങ്ങനെ നടക്കും, ടൂറിസ്റ്റിക് ആക്കി. അവരൊക്കെ വ്ളോഗ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ. എല്ലാവരുടെ കയ്യിലും ഗോപ്രോയും സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വ്ളോഗിങ് പരിപാടികളൊക്കെ നടക്കേണ്ട സൈഡിൽ കൂടെ കേട്ടോ. അങ്ങകലെ കോട്ടകൾ കാണാണ്ടല്ലോ കേട്ടോ, അത് കോട്ടയാണല്ലോ ഒരെണ്ണം. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് ഇത് ഒരു ഐലൻഡ് ആയിരുന്നു. അതായത് ഇത്രയും നമ്മൾ എൻട്രൻസ് ഒരു ഭാഗം, ഇവിടെ കടല്, ഇവിടെ അറ്റ്ലാന്റിക്കും കരീബിയനും മിക്സ് ചെയ്യുന്നത്. ഇവിടെ 60 വർഷം അല്ല 1960s ഇവർ മണ്ണിട്ട് നികത്തി അറൗണ്ട് ആ കാലഘട്ടത്തിൽ മണ്ണിട്ട് നികത്തിയിട്ട് മണ്ണിട്ട് അത് മാൻമെയ്ഡാണ്. മണ്ണിട്ട് നികത്തിയിട്ട് റോഡ് ഉണ്ടാക്കി ഈ ഇതിലേക്ക് ആക്സസ് ഉണ്ടാക്കി. ഇതിന് വലിയ ചരിത്രമല്ല. ഇത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇവിടെ ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെ ഒക്കെ ക്യാമ്പായിരുന്നു ഈ ഒരു മലയുടെ മേലെ. അതിനാ കോട്ടകൾ കാണാനല്ലോ അവിടെ. കോട്ടകൾ പൊളിച്ചത് അവിടെ പീരങ്കിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ഇതിന്റെ ഒക്കെ മേലൊക്കെ നമുക്ക് അങ്ങനത്തെ സംഭവം കാണാനുണ്ടോ. പക്ഷെ ഇത് കയറി ഒന്ന് പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, ഹോൾ ഡേ വേണം. ഇല്ലെങ്കിൽ അവിടെ കോട്ടയുടെ പീരങ്കിയൊക്കെ ഇപ്പോഴും അവിടെ പട്ടാളക്കാർ സെറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇവർക്ക് ഇവിടെ ഒന്നുകൂടെ കാണാം ദൂരെ അപ്പൊ അങ്ങനെ ഈ ചരിത്രവും ടൂറിസവും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്ന ഒരു സംഗതിയാണ്. നമ്മള് ടെക്സാൻ കൈക്കോസിൽ പോയപ്പോഴേ ബീച്ച് ലൈഫ് ഒക്കെ പൊളിച്ച കാരണം വീണ്ടും എല്ലാ ബീച്ചിലിറങ്ങി നമ്മൾ കുളിക്കാനായിട്ടുള്ള കുളിക്കാനോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നല്ലോ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നല്ലോ. അത് കാരണം നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തത്. എന്നാലും ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കരീബിയൻ സീ ഇത്ര കാമാറ്റി കിടക്കണ കാണാണ്ട് ഇനി നമ്മൾ അറ്റ്ലാന്റിക്കിന്റെ ആ ഒരു പ്രഖരത നമുക്ക് കാണിക്കട്ടാ. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷന്റെ കൂടെ യാത്ര ചെയ്താലോ. മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. ഇവിടെ ടൗണിൽ വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ ഇവരുടെ ഗവൺമെന്റ് ബസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലോകത്തെ എവിടെ പോയാലും എത്ര ടാക്സി, ലക്ഷറി ടാക്സി വിളിച്ച് പോയാലും ഇങ്ങനത്തെ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. നമ്മൾ ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിലാണ് ഇതിന് ആദ്യമായിട്ട് ഇങ്ങനത്തെ ബസ് എക്സ്പീരിയൻസ് ചെയ്താൽ. അന്ന് മുതൽ തോന്നിയിട്ടൊരു തോന്നലാടാ. ഇങ്ങനത്തെ ബസ് എടുത്തിട്ട് ഒരു സിറ്റി ടൂർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റി ടൂറിൽ ഒരു ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂടാ. മുകളിലൊക്കെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കരീബിയൻ സീ കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചറാണ് അവർ മണ്ണിട്ട് പൊന്തിച്ചിട്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പി ജി എൻ ഐലൻഡ് നാഷണൽ ലാൻഡ് മാർക്കാണ് എൻട്രൻസ് ഇവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞ ആ ചരിത്രമൊക്കെ അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് അറ്റ്ലാന്റിക്കിൻ്റെ ആ ഒരു പ്രഹരശക്തി കാണാട്ടോ. സൗണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാംനെസ്സിനേക്കാളും നമുക്കൊരു ചില്ല് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ മൈൻഡ്
റിഫ്രഷ് ആക്കാൻ പറ്റിയതും ഈ ഒരു തിരയുടെ സൗണ്ടും ഈ ഒരു സംഭവം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് തോന്നണട്ടാ. ഇവിടെ കുപ്പി നമ്മുടെ നാടൊന്നൊന്നല്ല, അതിന് മുകളിൽ കുപ്പികളൂടെ ഉണ്ട് കേട്ടോ. ഇതേണ്ടാ അവിടെ നിന്ന് തിര അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാ. അവിടെ അറ്റത്തൊരു ചെറിയൊരു ഐലൻഡ് നോക്കിയാൽ അതിൻ്റെ ബാക്കിലൊരു ബോട്ട് പോകണുണ്ടോ. ഈ മലകളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന മലകളുടെ മുകളിലൊക്കെ ഈ പറഞ്ഞ മില്യൺ റേഞ്ചിലുള്ള വീടുകളാട്ടോ. ഇവിടുത്തെ മില്യനേഴ്സും എല്ലാവരും താമസിക്കുന്നത് നമ്മൾ ജമൈക്കയിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീടുകളൊക്കെ നോക്കിയാൽ മിനിമം 2 മില്യൺ 3 മില്യണൊക്കെ വിലയുള്ള പ്രൈവറ്റ് വില്ലകൾ നമ്മൾ കാണാം കേട്ടോ. ചിലപ്പോൾ ഇന്ത്യയിലത്തെ ആൾക്കാർക്ക് അംബാനിക്കൊക്കെ ചിലപ്പോൾ ഇവിടെ റിസോർട്ട് ഉണ്ടാവും കേട്ടോ. ജമൈക്കയിലല്ല, ടർക്സ് ആൻഡ് കൈക്കോസിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ തിരങ്ങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലടിക്കുന്ന പോലത്തെ അടിയില്ല, എന്നാലൊരു പ്രകാരം ഉണ്ട് കേട്ടോ. എനിക്കാണ് ബീച്ച് സൈഡിലേക്ക് സ്വല്പം കൊണ്ട് തിര വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കല്ലിട്ട് വെച്ച കാരണമായിരിക്കുന്നുണ്ട് കേട്ടോ. തിരങ്ങനെ വന്ന് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ പ്രത്യേകതകളാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകത കേട്ടോ. യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ നെഞ്ചത്തേക്ക് കിട്ടണം കേട്ടോ. എന്തായാലും അറ്റ്ലാന്റിക് സമുദ്രം കണ്ടുകൊണ്ട് നമ്മുടെ ഡാരൻ സമി സ്റ്റേഡിയത്തിലേക്ക് കേട്ടോ. അതെന്തായാലും കളിക്കട്ടോ. നല്ല വരാൻ നന്നായി അല്ലേ. ഒരു ടൂറിസ്റ്റിക് ലൈൻ പിടിക്കാൻ പറ്റിയ കുറച്ചൊക്കെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അവര് നട്ട് വെച്ചിട്ടുണ്ട മരങ്ങളല്ലേ. അതെ അതെ, സൂപ്പർ അല്ലേ, നല്ല ഷെയ്ഡും. അത് ഇത് വലിയൊരു ഹോട്ടലാണ്, സാൻഡൽസ് എന്ന് പറഞ്ഞ സാൻഡൽസിന് തന്നെ ഇവിടെ 4 ഹോട്ടലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഫുള്ള് ലക്ഷറി ആയിട്ടുള്ള വീടുകളാണ് നമുക്ക് ഈ മലകളുടെ മുകളൊക്കെ കാണാൻ പറ്റട്ടോ. ഇവിടെ റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് ചേട്ടാ. പിന്നെ ഈ വരുന്ന ആൾക്കാർ നല്ല ശതമാനം റിട്ടയർമെന്റ് ലൈഫിന് വരുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് അമേരിക്കയിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ വന്ന് വെക്കേഷൻ ഹൗസ് അവസാനത്തെ കാലഘട്ടം ഇവിടെ വന്ന് എക്സ്പീരിയൻസ്. അത് ചെറിയ ഗ്രൂപ്പാ. ഇത് ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അമേരിക്കയിൽ വളരെ ഹൈ പ്രൊഫൈൽ ജീവിക്കുന്ന ആൾക്കാർ അവിടെ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് 2 മാസം അങ്ങനെ യു കെ വർഷത്തിൽ 2 പ്രാവശ്യം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ തണുപ്പ് തുടങ്ങുമ്പോൾ അമേരിക്കയിൽ യു കെയിൽ തണുപ്പ് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് പോരും. അടുത്ത വണ്ടി കയറി ഇങ്ങോട്ട് പോരും എന്നുള്ളത് അല്ല. ഈ വയസ്സായവരുടെ കാര്യം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഹണിമൂൺ ഡെസ്റ്റിനേഷൻസ് ഒരെണ്ണം സെന്റ് ലൂസിയാണ്. അത് ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസികൾ ഓർഗനൈസേഷനൊക്കെ ഓരോ വർഷം ഇവാലുവേഷൻ നടത്തി പറയും. ഇല്ല അതില് 10 ആയിരിക്കും. ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഒരെണ്ണം സെന്റ് ലൂസിയാണ്. അത് ചില സമയത്ത് 9 ആയിരിക്കും, ചില സമയത്ത് 8 ആയിരിക്കും. എങ്ങനെയായാലും 10 ഒരെണ്ണം സെന്റ് ലൂസി ആയിരിക്കും. പറഞ്ഞു വന്നത് റിട്ടയർമെന്റുകാർ മാത്രമല്ല, ചെറുപ്പക്കാർക്കും അണിമുകൊണ്ടും പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ നമ്മള് വളരെ അപൂർവമായിട്ടൊരു സ്ഥലത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേഡിയം അപൂർവമല്ല, പക്ഷെ സ്റ്റേഡിയത്തിന്റെ പേര് അപൂർവമാണ്. ഡാരൻ സാമി ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഡാരൻ സാമി വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവര് സെന്റ് ലൂസിയ ഗവൺമെന്റ് സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റി ബോസേഷു ക്രിക്കറ്റ് ഫീൽഡ് എന്നായിരുന്നു പേര്. ബോസേഷു ക്രിക്കറ്റ് ഫീൽഡ്. രണ്ടാമത്തെ വേൾഡ് കപ്പ് ജയിച്ചിട്ട് വേൾഡ് കപ്പ് ആയിട്ട് ഇവിടെ വന്ന ദിവസം എയർപോർട്ട് റിസപ്ഷൻ അവിടെ വെച്ച് അനൗൺസ് ചെയ്ത് ഡാരൻ സാമി ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഞാൻ ആലോചിക്കാം, ഡാരൻ സാമിയുടെ ഒരു ഭാഗ്യം സ്വന്തം നാട്ടില് വേൾഡ് കപ്പ് കൊണ്ടുവരുമ്പോ ഗ്രൗണ്ട് കൊടുക്കണം. സ്വന്തം പേര് പുള്ളി താമസിക്കുന്നതിന് കുറച്ച് ബാക്കിലോ സ്ഥലത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാറുണ്ട്. അപ്പൊ സ്വന്തം പേരുള്ള സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കുക. പുള്ളി ഇടക്കിടക്ക് ഇവിടെ വരും. അല്ലാതെ ഗവൺമെന്റ് കൊടുത്തുള്ള അംഗീകാരം വേൾഡ് കപ്പ് എടുത്ത് കൊണ്ടുവന്നതിന് നമുക്ക് ലക്ഷങ്ങളോ കോടികളോ അല്ലെങ്കിൽ 5 കോടി കൊടുക്കണമല്ല. ഒരു സ്റ്റേഡിയത്തിന്റെ പേര് മാറ്റിയിട്ട് ആ ക്യാപ്റ്റന്റെ പേര് കൊടുക്കണമെങ്കിൽ ആ ഗവൺമെന്റ് എത്രത്തോളം ആ ക്രിക്കറ്റിനെ സ്നേഹിക്കണം എന്നുള്ളൊരു വേറെ യാഥാർത്ഥ്യം കൂടി ഉണ്ട് കേട്ടോ. ഒരെത്ര സന്തോഷം ഉണ്ടാവില്ല വേൾഡ് കപ്പ് കിട്ടിയപ്പോ. വെസ്റ്റ് ഇൻഡീസ് വേൾഡ് കപ്പ് എടുക്കുമ്പോ ആസ് എ ഒരു മലയാളി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് സ്വല്പം കൂടി ഇഷ്ടം കൂടുതലാണ്. ബാക്കി ഇന്ത്യ എടുത്തില്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് എടുക്കട്ടെ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കും. ഓസ്ട്രേലിയക്കാരും ഈ UK ഇംഗ്ലണ്ടുകാരും എടുക്കുന്നത് ഇഷ്ടമില്ലടാ. ഈ വെസ്റ്റ് ഇൻഡീസ് ഇഷ്ടമില്ലെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ മനസ്സിന് വെസ്റ്റ് ഇൻഡീസ് എടുത്തില്ല, പാവങ്ങൾ അവർ എടുക്കട്ടെ അല്ലെങ്കിൽ സിംബാബ്വെ എടുക്കട്ടെ എന്നൊക്കെ നമ്മൾ ആയിരിക്കും. നമ്മുടെ ശത്രുക്കളല്ലല്ലോ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് വെസ്റ്റ് ഇൻഡീസ്. ആദ്യമായിട്ടല്ല ഇങ്ങനെ കേൾക്കുന്നത്. ഇന്ത്യക്കാരെല്ലാം പറയുന്നത് ഇന്ത്യ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം വെസ്റ്റ് ഇൻഡീസ്. മെജോറിറ്റി ആൾക്കാർ അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. കളിക്കാർ മിക്കവരും വളരെ സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഷോ ഓഫോ ജാടയോ ഒന്നും. നമ്മള് ക്രിസ്കേല് പോലത്തെ ആൾക്കാരെ കണ്ടിട്ട് എങ്ങനെ ഇപ്പൊ ജാടാന്ന് പറയാൻ പറ്റുക. അവര് കളിക്കളത്തിൽ ഡാൻസും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സിംപ്ലിസിറ്റി ഉണ്ട് ഇവിടെ എല്ലാവർക്കും. നമ്മുടെയൊക്കെ മുംബൈ ഇന്ത്യൻസിന്റെ പൊള്ളാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ചെക്കൻ പോയിപ്പോ വേറെ കേസ്. ഡാരൻ സാമി ക്രിക്കറ്റ് കളി നടക്കണ്ട. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് ആംബുലൻസ് ഒക്കെ ഒന്ന് എടുക്കണം. അപ്പൊ കളി നടക്കണ്ടട്ടാ, ആംബുലൻസ് സ്റ്റാൻഡ് ബൈ കേട്ടാ. അപ്പൊ ഇവിടെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് ഒന്നും ഇല്ല, അതുപോലെ ചെറിയൊരു പാർക്കിംഗ് പോലെയാണല്ലോ അല്ലേ? അല്ലല്ല, നമ്മൾ ആ സൈഡിലോട്ട് വന്നില്ല. നമ്മളിപ്പോ ഇതിന്റെ പവിലിയൻ പ്ലേയേഴ്സ് എൻട്രൻസിലോട്ട് നമ്മൾ വന്നത്. അതുകൊണ്ട് അപ്പൊ ഇനി നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് അപ്പോൾ നമ്മളേ ഡാരൻ സാമി കൂടി ഉണ്ട്. എത്ര കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാട്ടാ. നമുക്ക് ഭാഗ്യമുണ്ടോന്ന് അറിയില്ല. നമ്മള് സിംബാബ്വെ പോയപ്പോ ഹിസ്റ്ററിക്കലായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
അതുപോലെ സൗത്ത് ആഫ്രിക്ക പോയപ്പോൾ ഗാരി ക്രിസ്റ്റനായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഗാരി ക്രിസ്റ്റനൊക്കെ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ മാത്രം ടീം ട്രാവലിസ്റ്റ് മാത്രം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു ഇന്ത്യക്കാരന് കൊടുക്കാൻ പറ്റാത്തൊരു അവസരം നമുക്ക് അന്ന് സൗത്ത് ആഫ്രിക്കയിൽ കിട്ടി. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടോ നോക്കട്ടോ. ഡാരൻ സമി സ്റ്റേഡിയത്തിൽ വന്ന് ഡാരൻ സമീൽ ഒരു ചെറിയ ക്ലിപ്പ് കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ. വെൽക്കം ടു വെസ്റ്റ് ഇൻഡീസ്. ചിന്തിക്കാൻ പറ്റും. പുള്ളിക്കാരൻ്റെ ഒരു മീറ്റിങ്ങിലാണ്. എത്ര സമയം മീറ്റിംഗ് എടുക്കുമെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ബോട്ട് ഇന്ന് പോണ കാരണം എത്ര ഈസി ആണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുപ്പിച്ച് പോകാലോ അല്ലേ. ഇവിടെ വരുമ്പോൾ സമീര ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ളൂ. വേറെ ഒരു പ്ലെയർ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത് ചെയ്യാം. എല്ലാം സമീരനാട്ടാ. ചിന്തിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ സമീര പടം കണ്ടുകൊണ്ടല്ലോ പുറത്തേക്ക് നമ്മളൊരു കാഴ്ച കണ്ട്. അപ്പോൾ റീജിയൻ അല്ലേ അമ്മേ. നമ്മുടെ നാട്ടിലത്തെ രഞ്ജി ട്രോഫി പോലെ വെസ്റ്റ് ഇൻഡീസിലത്തെ ഒരു രഞ്ജി ട്രോഫിയാണ് റീജിയൽ ട്രോഫി എന്ന് പറയുന്നത്. റീജിയണൽ ഈ ഓരോ ഐഡന്റിറ്റികൾ തമ്മിൽ ഈ കളിയിൽ പെർഫോമൻസ് ചെയ്യുന്നവരെ സെലക്ട് ചെയ്യും. ഓക്കെ. വെള്ളം കുടിക്കുന്ന സമയം കേട്ടോ. എന്തിട്ടാ ഇതിന് ഇവിടെ വരുമ്പോ ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ശരിക്കും സച്ചിനും ക്രിസ് ഗെയിലും ഒക്കെ കളിച്ച ഗ്രൗണ്ട് ചെയ്ത് സച്ചിനും ക്രിസ് ഗെയിലും കളിച്ചത് മാത്രമല്ല ഈ ഗ്രൗണ്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ കളിച്ച കളിയിൽ നിന്നാണ് ഓസ്ട്രേലിയ തോപ്പിച്ച് ഇന്ത്യ സെമി ഫൈനലിലേക്ക് പോയത്. സെമി ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആവുന്നത്. അന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ മറ്റേ വെസ്റ്റ് ഇൻഡീസിന്റെ കളി കാണുമ്പോൾ ബീർ അടിക്കുന്ന സ്ഥലമൊക്കെ പുല്ലും വിരുന്ന് അടിക്കാന്ന് പറഞ്ഞ പോലെ അല്ലേ. ഇവിടെ വരുമ്പോ ഈ ഗ്രൗണ്ടിനേക്കാളും കൂടുതലില്ലേ നമ്മുടെ സിബിച്ചൻ എന്ന ഒരു ആളെ പറ്റിട്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാതിരിക്കാൻ പറ്റും. ആളെ സമ്മതിക്കില്ലെങ്കിലും ഞാനത് പറയും. എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ, സിബിച്ചനാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ ഇവിടെ കൊണ്ട് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഒരു അൺബിലീവബിൾ സ്റ്റോറിനെ ഞാൻ ഇന്നലെ രാത്രി അതിനെ പറ്റിട്ട് അതിന്റെ ഒരു റേഞ്ച് മനസ്സിലായത്. സിബിച്ച് എങ്ങനെ സാധിച്ചത്. ഇവിടെ മാത്രമല്ല T20 ടൂർണമെന്റിൽ ഇന്ത്യ ടീമിന്റെ ലൈസൺ ഓഫീസർ ആയിരുന്നു. അതായത് ഇന്ത്യ ലൈസൺ ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൺ ഓഫീസറുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാല് കളിക്കാർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. അവര് കളിക്കാര് വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് പറയരുത്. കളിക്കാരുടെ സൗകര്യങ്ങൾ വെച്ചാൽ പ്രൊഫഷണൽ ലെവൽ. അതിലിപ്പോ രോഹിത് ശർമ്മ പെടും, വിരാട് കോഹ്ലി പെടും, സച്ചിൻ തെണ്ടുൽക്കർ പെടും. ടീമിന്റെ ഭാഗമല്ലായിരുന്നു രോഹിത് ശർമ്മ. ഇപ്പൊ ഇവര് നമ്മുടെ വന്ന് ചോദിക്കുന്നത് ഞാൻ എപ്പോഴാ എന്റെ ഫ്ലൈറ്റ്. ഇത് ഇൻഡിവിജ്വൽ അല്ല, പക്ഷെ എന്നാലും ഗ്രൂപ്പായിട്ട്. അപ്പം കളിക്കാരുടെ താമസം, യാത്ര, ഏത് ഹോട്ടലിൽ താമസിക്കണം എന്താണെന്നൊക്കെ നമ്മൾ തന്നെ ഇതാക്കണം. അപ്പൊ അതിനെല്ലാം ആൾക്കാരുണ്ട്. നമ്മളാണ് ഇവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബേസ് ചെയ്യുന്നത് ഇപ്പൊ എത്ര മണിക്കാ ഫ്ലൈറ്റ്, 6 മണിക്കാ ഫ്ലൈറ്റ്. അപ്പൊ രോഹിത് ശർമ്മ ഫ്ലൈറ്റ് ഇരുന്നത് പ്രാവശ്യം സിബി എവിടെ എത്ര, കാരണം പുള്ളിക്ക് അറിയത്തില്ല ഈ ഫ്ലൈറ്റ് എത്ര മണിക്ക് ലാൻഡ് ചെയ്യുന്നു. 40 മിനിറ്റ് ഫ്ലൈറ്റേ ഉള്ളൂ. പക്ഷെ അവർക്ക് അത്രയും അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിൽ ഇൻ ബിറ്റ്വീൻ നമ്മളിപ്പോ ഇവിടെ കളി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാലും ഇൻ ബിറ്റ്വീൻ പല ഐലൻഡുകളിലാണല്ലോ ഇവിടുത്തെ കളിക്കാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കരീബിയൻ ഐലൻഡുകളിൽ നിന്നാണ് ക്രിസ് ഗെയിലും അതേപോലെ ബ്രെയിൻ ലാരും. നമ്മൾ ജമൈക്ക പോയപ്പോൾ ക്രിസ് ഗെയിലിന്റെ ഒരു നാടാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗ്രാൻഡ് സമീര നാടാന്ന് പറയുന്നു. നമ്മൾ ആന്റിക്ക് പോകുമ്പോൾ അവിടെ റിച്ചാർഡ്സിന്റെയും ആംബ്രോസിന്റെ ഒക്കെ നാടാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഐലൻഡുകൾക്ക് കളികൾ വരുമ്പോൾ ഓരോ ഐലൻഡുകളിൽ പോയി കളിക്കണ്ടല്ലേ. ഐലൻഡുകൾ നമ്മുടെ നാട്ടിലെ പല സ്ഥലത്ത് കളി നടക്കുന്ന പോലെ കളി നടക്കുമ്പോൾ ഓരോ ഐലൻഡിലോട്ട് കളി നടക്കും. അതിൽ അങ്ങനെ കളിക്കാർക്ക് ഇന്ന സ്ഥലത്ത് ആള് വേണം, ഇന്ന സ്ഥലത്ത് ആള് വേണ്ടതൊന്നുമില്ല. ഏത് ഐലൻഡ് വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗമായിട്ടുള്ള ഏത് ഐലൻഡിൽ ആരാണോ ഗംഭീരമായിട്ട് കളിക്കുന്നത് അവര് ചില സമയത്ത് ബാർബഡോസിൽ നിന്നുള്ള ആൾക്കാർ കൂടും. സെന്റ് ബാർബഡോസിൽ ഏത് കളിക്കാറുള്ളത് മെയിൻ ജേസൺ ഹോൾഡർ ഉണ്ട്. നിക്കോളാസ് പൂരൻ, കിരൺ പൊള്ളാട്, ഡാരൻ സാമി ഉണ്ട്, ജോൺസൺ ചാൾസ് ഉണ്ട്, ഗയാന ഹെഡ്മേർ ഉണ്ട്. എല്ലാ ഐലൻഡിൽ നിന്നും 1-2 പുലികള്. ക്രിസ് ഗെയില് ജമൈക്കുന്നുണ്ട്. എനിക്ക് ഇനി ഒരു സാധനം കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക് എനിക്ക് രോഹിത് ശർമ്മയ്ക്ക് മെസ്സേജ് കാണിച്ചു തന്നെ. ഇല്ല, നമ്പർ കാണിക്കില്ല. ഞാൻ നോക്കുമ്പോഴേ രോഹിത് ശർമ്മയ്ക്ക് മെസ്സേജ് കാണിച്ചത് കോഹ്ലി മെസ്സേജ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ കാണുമ്പോ ഒരു കൗതുകം കിട്ടാം. അല്ലാതെ കുറച്ച് ഓവറായപ്പോ ഞാൻ കാണിക്കാം. അല്ല, ഞാൻ ചാമ്പ്യൻസ് ട്രോഫി അത് കണ്ട നിങ്ങള് മോൾ ഭാഗത്ത് എഴുതി വെച്ചാൽ കണ്ട രോഹിത് ശർമ്മയ്ക്ക് അയച്ചത് വിഷ് യു ഓൾ ദ സെയിം സാർ. വേണ്ട, താങ്ക് യു സിബി സാർ. രോഹിത് ശർമ്മ ഇനി കോഹ്ലി, ഇനി വിരാട് കോഹ്ലി. അത് സമ്മതിക്കില്ലേ? കോഹ്ലിക്ക് മെസ്സേജ് കൊണ്ട് കാണണം. ആസ് ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഫാൻ എന്ന നിലയ്ക്ക് കോഹ്ലിക്ക് സിബിച്ച മെസ്സേജ് എന്ത് പ്രകസന സജിന്ന് പറയും. എന്നാലും നമുക്ക് കാണിക്കണ്ടേ. ആൾക്കാർ പറയും നമ്മളേതെങ്കിലും ഒരു നമ്പർ കോഹ്ലി എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് കോഹ്ലി, വിരാട് കോഹ്ലി ഹിയർ. ചിന്തിക്കാൻ പറ്റുമോ? ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്.
നമ്മളൊരു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അല്ലെങ്കിൽ ഒരു ലെജൻഡ് ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് എന്റെ ഫ്ലൈറ്റ് എപ്പോഴാണ് ചേട്ടാന്ന് പറയണത്. എന്തായാലും സിബിച്ചന് എന്താ പറയാ, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ വക ഒരു ചെറിയൊരു കയ്യടി ഉണ്ട് ആ ഒരു സെറ്റപ്പിന്. നമ്മളത് നമ്മൾ ആസ് എ ക്രിക്കറ്റ് പ്രേമി നൽകി, ക്രിക്കറ്റ് പ്രേമിക്കാത്ത ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല, ക്രിക്കറ്റ് പ്രേമി നൽകി ഇവരെ കൂടെ നിന്ന് ഇവരുടെ കൂടെ ഇപ്പൊ ഇന്ത്യക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ ഫ്ലൈറ്റിൽ കൂടെ ട്രാവൽ ചെയ്തല്ല, തിരിച്ച് ഇന്ത്യയിലെത്തിയ സമയത്താണ് ഞാൻ ന്യൂയോർക്കിൽ ഇന്ത്യ ആദ്യമായിട്ട് കളിച്ചത്. ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് ന്യൂയോർക്കിൽ ചെന്ന് ഇന്ത്യൻ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്ത് ഇന്ത്യൻ ടീമിന്റെ കൂടെ എല്ലാ കളിയിലും ഫൈനൽ വരെ, കപ്പടിക്കുമ്പോൾ ഫൈനൽ കപ്പടിക്കുന്നവർ കപ്പടിച്ച് ഇവരെ എയർപോർട്ടിൽ നിന്ന് യാത്രയാക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ നേരെ ഇന്ത്യക്ക് പോയി. കാരണം അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ. അവർ ഇൻ ബിറ്റ്വീൻ അപ്പൊ ഫ്ലൈറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നമുക്ക് അപ്പൊ നമുക്ക് അതിൽ നിൽക്കാം. നമ്മളതല്ലേ ഇവരോട് പറയുന്നത് ചാർട്ടർ ഫ്ലൈറ്റ് അല്ല നമുക്ക് അതിൻ്റെ യാത്ര ചെയ്യാം. കളിക്കാരുടെ കൂടെ താമസം, കളിക്കാരുടെ കൂടെ നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആ എല്ലാ ശമ്പളം മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി എല്ലാ പ്രിവിലേജും. കാരണം നമ്മൾ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ അവരുടെ ലൈഫ് ഈസി ആവുന്നു. ഇപ്പം ജയ്സോൾ വന്നിട്ട് പറഞ്ഞു എന്റെ ബാറ്റ് പൊട്ടിപ്പോയി, അതൊന്ന് ശരിയാക്കണം. അത് ഈ ബാറ്റ് ഓർത്ത് ജയ്സോൾ പറയുന്നത്. അപ്പൊ ഞാൻ പോയി നന്നാക്കണ്ട, ഞാനിത് നന്നാക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ച് പക്ഷെ അവർക്ക് വേറെ ബാറ്റ് ഉപയോഗിച്ചൂടെ? അല്ല പക്ഷെ ചിലർക്ക് സെന്റിമെന്റ്സ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഒരാളെ കണ്ടു ന്യൂയോർക്ക് സിറ്റിയിൽ ബാറ്റ് നന്നാക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് ബാറ്റ് നന്നാക്കുള്ളൂ. അപ്പൊ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ കാരണം എന്താ കളിക്കാര് ഇതൊന്നും ഓർത്ത് പറയത്തില്ല, എങ്ങോട്ടാ ട്രാവൽ ചെയ്യുന്നോ അവർക്ക് അവരെ കളിച്ചാൽ മതി, അത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യും. ഇത്ര ഇന്ത്യൻ ടീമായിട്ട് പരിചയപ്പെട്ടിട്ട് ഏത് കളിക്കാരനെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വൈസ്? അല്ല സഞ്ജു സാംസൺ സ്വാഭാവികമായിട്ട്. നമ്മൾ മലയാളി ആയതുകൊണ്ട് സഞ്ജുവിനൊപ്പം ഒന്നും ഉണ്ടാവുന്നില്ല, സഞ്ജു ഉണ്ടാവുന്നില്ല. സഞ്ജു ഇപ്പോഴും ഇടയ്ക്ക് സംസാരിക്കും. ഇത്രയും ദിവസം നമ്മളുണ്ടായിരുന്നു. ഞാൻ സഞ്ജുവിന്റെ അടുത്ത് പറയും നമുക്കൊരു റീൽസ് ചെയ്യാം. എന്താണ് നമ്മൾ സഞ്ജുവും കളിക്കുന്നില്ല, ഞാനും കളിക്കുന്നില്ല, നമുക്ക് റീൽസ് എന്താ ചക്കര കളിപ്പിക്കാത്തല്ലേ, അതൊരു വേറൊരു വശം. നമുക്കിത് കാണുമ്പോൾ ആരാ കളിക്കുന്നത് ആരാ കളിക്കുന്നതെന്ന് മനസ്സിലാവും. ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, തമാശ കുറച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ടീം മീറ്റിംഗ് ഉണ്ട്. ടീം മീറ്റിംഗ് കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഒരു മുഖഭാവം സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം അവൻ ടീമിലുണ്ടോ ഇല്ല. എന്തായാലും അടിപൊളി, കൺഗ്രാറ്റ്സ്. യാമൻ, ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടാ, അതിന് നിങ്ങളുടെ വിളിക്ക് എത്തിച്ചേട്ടാ. ഇതല്ലേ യാദൃശ്യം, വളരെ യാദൃശ്യമായിട്ട് ഇവിടെ എത്തിയപ്പോഴേ നിൽക്കുന്നത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് വേൾഡ് കപ്പ് ചാമ്പ്യൻ നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഡാരൻ സാമി. Nice meeting you. I'm so excited to see you here. This to me, but I feel like this is your house because like this is named after you. Yeah. So every time I come, I feel like I come into Darren Sami house. So if I have that excitement, what's your excitement? You got your name after the stadium while you play. Are you playing at your stadium? What kind of feeling is that? What feeling? It's a great feeling. One that brings a lot of joy and pride. However, it's also a humbling experience of how St. Lucia appreciated my contribution to the sport. Every time I come here, this beautiful ground, call it Darren Sami Cricket Ground. So it's always you got to pinch yourself type of moment. But yeah, I would say it's a true reflection of the contribution I've had in sports and marketing St. Lucia on the field, both on the field and off the field. So again, I can't thank the government enough for this gesture. And to come here every time and play or watch. It's amazing. Right now there's this game going on, 4-day cricket, Windward Islands, which is the franchise I played for, versus Leeward. But the role as a West Indies coach, it's beautiful to watch cricket here. And I think to me it's my favorite cricket ground. Obviously, no doubt. I do remember when you came, you saw a little dust on the name. And he started cleaning it. But what I noticed? What I noticed that since they have given the name after you, the quality of the stadium, the looks has been significantly improved. Well, and what I'm trying to tell you that looking at the stadium, that making you happy. The condition is getting improved. I mean, it's important. One thing, if I take pride in my image, I take pride in the way I carry myself, I take pride in the work that I do. So obviously to have a facility that reflects my values and what I stand for is always a blessing.
It's always what should happen. Right. And I think you happen to be the only one that got a name for the stadium while you play. I don't think I know. My little research says, I don't know whether you agree with me or not, but my little research says that no other player had the privilege. But of course, your contribution was too big for the world, not only for the World Cup. I think we have a couple stadiums named Sir Vivian Richards in Antigua. We have Brian Lara in Trinidad, and you have myself. But I think you are right in saying none of them got to play Right. in the stadium whilst they were still active. Right. and what is much better now, you could still come into the stadium with the West Indies jersey. Only the difference is you're not playing, but you control it. So you are lucky again. Yeah, it's a blessing, you know. All praise and glory goes to the Most High, you know, for allowing me to experience that. My kids come here, they try, and they understand the legacy that the father has created and they leave behind. And it's inspiration for them to follow as well. Right. Thank you. Thank you so much. Appreciate that. എന്റെ പൊന്നോ. നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? എന്നിട്ടാ നിങ്ങളൊരു ഭാഗ്യമുള്ള ആളാണ്. അല്ലെങ്കിൽ അങ്ങനെ വരുന്നു പാർട്ടി സമയത്ത് തന്നെ പുള്ളി വരുന്നു. സംഭവിക്കില്ല. ഞാൻ പോയി ചോദിക്കുന്നത് പുള്ളി മേലോട്ട് വരാന്ന് പറയുന്നു. അത്ഭുതം സംഭവിച്ചൂടാ. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനത്തെ അത്ഭുതം നമുക്ക് എപ്പോഴും സംഭവിക്കണേ. ഒരു കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിന് ഉപരി ആളെ കാണാൻ പറ്റില്ലോ അല്ലെ? അതങ്ങനെ സംഭവിക്കാറില്ല, എപ്പോഴും കിട്ടുന്ന സംഭവമല്ല. ചെറിയ ഇതിനകത്തല്ല, അപ്പൊ എപ്പോഴും ട്രാവലിംഗ് ആൾക്കാർ എല്ലാ കാര്യത്തിലും പുറത്തു പോകണം. ഇപ്പൊ വെസ്റ്റ് ഇൻഡീസിന്റെ എന്തോ ഒരു കോൺഫറൻസ് നടക്കുന്ന സമയം അത് കാരണം നമുക്ക് കാണാൻ പറ്റും. മുത്തന ഡയറൻസാമി ക്രിക്കറ്റ് സ്റ്റേഡിയം 2016 ജൂലൈ 21 കേട്ടാ ഫോർമലി റീനെയിംഡ്. എന്തായാലും മുത്തുമണിക്കുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു കൈ തരാണ്ട് അവിടെ, തരാതിരിക്കാൻ പറ്റില്ലേ? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവം അല്ല നടന്നപ്പോ. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആരും വിചാരിച്ച് നടക്കത്തില്ലെന്നുള്ളതല്ലേ. അതായത് ഒരു സെലിബ്രിറ്റിയെ വിളിച്ച് അവരുടെ സ്ഥലത്ത് വരിക, അവിടെ ആളുണ്ടാവുക, അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോഴേ ഇത് യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന ട്രാവൽസ് അംഗങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതെ 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 അതെ. ഓ അതൊരു സംഭവമായി എന്ന് പറഞ്ഞാണ്ടല്ലോ, സംഭവം തന്നെയാണ്. മാനപ്പി ആർക്ക് ചെയ്യാ, വേറെ ഒന്നും പറയില്ല. നമ്മുടെ ലാസ്റ്റ് ലാപ്പ് ഇന്റർനാഷണൽ ഐ സെന്റ് ലൂസിയ അല്ലേ? അതെ അതെ. എനിക്കാണ് ആ ഷോക്കിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുന്നില്ല. ഞാൻ ആളെ കണ്ടിട്ടേ പെട്ടെന്ന് ഒരാള് മുമ്പിൽ നിൽക്കാ. ഇത്ര നേരം പറഞ്ഞ ഒരാള് നിങ്ങൾ ആഴ്ചക്ക് നമ്മള് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സച്ചിൻ മുമ്പിൽ നിൽക്കുമ്പോഴൊരു സെറ്റപ്പ്. ആ ഒരു സ്റ്റേഡിയത്തിൽ മുമ്പ് പ്രത്യേകിച്ചിട്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന കേസല്ല. നമ്മൾ സച്ചിന്റെ പവലിയിൽ ഇങ്ങനെ സച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സച്ചിൻ ടെണ്ടുൽക്കർ മുമ്പിൽ നിൽക്കണ പോലത്തെ ഒരു മനോവികാരം. അത് സിബിച്ചന്റെ ഒരു വേറെ സാധനമായിട്ടത് മരുന്നായി. അത് അല്ല, തിരക്കുള്ള മനുഷ്യനാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, റീജിയണൽ 2020 റീജിയണൽ 4-day ടൂർണമെന്റ് നടക്കുന്ന സമയം. അതുകൊണ്ട് എന്തായാലും കണ്ടതിൽ ഇതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന അപൂർവമായിട്ട് ഞാൻ പറയും. കാരണം ഇവിടെ വരുമ്പോൾ ടൈമിംഗ് എല്ലാം ഒത്തു വരിക എന്നുള്ളത്. നമ്മളിപ്പോ അങ്ങനെ പെർമിഷൻ എടുത്ത് കാണാനുള്ള സമയം പോലും ഇല്ല ഇവിടെ. ലോകത്തുള്ള ഏത് ക്രിക്കറ്റ് കളിക്കാരായാലും ഇന്ത്യക്കാരുടെ ഒരു സ്നേഹം ഉണ്ടാവും. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസുകാർക്ക് അവർക്കറിയാം, IPL കളിച്ചിട്ടുള്ളതാണ്, അവർക്കറിയാം. സൈസ് ഞാൻ 6 ആളൊരു 6'4", 6'3" ഉണ്ടാവും. ഒപ്പം എന്റെ വെയിറ്റ് ഉണ്ടാവും. പക്ഷെ വെയിറ്റ് ഉള്ളത് മറ്റേ കട്ടിങ്സ് ആണെന്ന് മാത്രം ഉണ്ടാവും. ഭയങ്കര ഒരു ഇതുണ്ടാളെ റേഞ്ച് ഇട്ടാ, ചിന്തിക്കാൻ പറ്റില്ല. ആളെ അടുത്ത് നിന്നാ ഒരു എനർജി ഹെവിയാ. ഞാനൊക്കെ പുള്ളിയുടെ നിപ്പിൾ വരെ കാണും. ചെസ്റ്റ് വരെ ഉള്ളൂട്ടാ. മോളിക്ക് ആളിങ്ങനെ നോക്കണേ. ഓ ജോയ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോരാട്ടോ. വെറുതെ ആളെ ക്രിക്കറ്റ് സ്റ്റേഡിയം വരെ ആളെ കൊടുത്തിട്ട് ആളെ റേഞ്ചിനായിരുന്നത്. നമ്മളിങ്ങനെ അടുത്ത് കാണുമ്പോഴല്ലേ ഓരോരുത്തരുടെ റേഞ്ച് മനസ്സിലാക്കണം അല്ലേ? എല്ലാവരും റേഞ്ച് അങ്ങനെ സിബിച്ചല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സിബിച്ച മുള്ളേക്കാരെ ഇപ്പൊ ചോദിച്ചു, നമ്മളാണെങ്കിൽ എന്നിട്ട് ഒരു സ്റ്റേഡിയം കാണാൻ വരുമ്പോ സ്റ്റേഡിയം കണ്ട് അവരെ കളിക്കുന്നത് അതൊരു സ്റ്റേഡിയം എന്ന് കാണിച്ച് നമ്മൾ പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സിബിച്ചുള്ളത് കൊണ്ട് സിബിച്ചകത്ത് കയറി അവരോട് ഡിസ്കഷൻ വെച്ച് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ആളുണ്ടാവണു. ആളെടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ആള് മുകളിലേക്ക് കയറി വരാന്ന് പറഞ്ഞു. അങ്ങനെ എന്നൊക്കെ എല്ലാം കണക്ട് ആയി വരാന്ന് പറയണത് ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാത്ത വേറെ കണക്ഷൻ ഉണ്ട്, അറിയാത്ത 2-3 കണക്ഷൻ ഉണ്ട്. അപ്പൊ ഒന്ന്, എനിക്ക് പുള്ളിയെ 2004 തൊട്ട് അറിയാം. അതായത് 2004 രാജസ്ഥാനി ടെസ്റ്റ് റിട്ടയർ ചെയ്ത് IPL കളിച്ചപ്പം ഞാൻ പുള്ളിയുടെ കൂടെ ഇന്ത്യ പോയിട്ട് 2014 അന്ന് സൺറൈസേഴ്സിന് വേണ്ടി രാജസ്ഥാനി കളിക്കുമ്പോൾ ഞാൻ ഹൈദരാബാദിൽ പോയി പുള്ളിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ പുള്ളിയുടെ പുള്ളിയുടെ നാട്ടില് വരുമ്പോ വരും
പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ പോയി പുള്ളിനെ കണ്ട് പുള്ളിയുടെ അവിടെ താമസിച്ച് ഒരു ഹോട്ടലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ അതിനൊക്കെ വലിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വലിയ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സെന്റ് ലൂഷ്യ പ്രീമിയർ ലീഗ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ടൂർണമെന്റ് ഉണ്ട്. IPL-ന്റെ അല്ലെങ്കിൽ CPL-ന്റെ ഒക്കെ ചെറിയ വർഷം. അപ്പൊ അതിൽ നമുക്ക് ടീമുണ്ട്. ടീമുണ്ടെന്ന് പറഞ്ഞാൽ മലയാളിക്ക് ടീമുണ്ട്. അപ്പൊ എന്റെ ബ്രദർ ഡാലസിലാണ് താമസിക്കുന്നത്. പുള്ളി 2 സുഹൃത്തുക്കളുണ്ട്. അവരുടെ ബിസിനസ് ഉണ്ട്. അപ്പൊ അവരൊരു ടീം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്ത് ഞാനാ. അപ്പൊ അതിന്റെ ക്യാപ്റ്റൻ ഡാരൻസാമിയാ. അതിന്റെ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ അത്ര ഈസി ആക്സസ് ഉണ്ട്. പക്ഷെ എന്തായാലും സെലിബ്രിറ്റിയാണ്. അപ്പൊ അവരുടെ സമയത്തിനും അവരുടെ ഫേസിനും ഒക്കെ വാല്യൂ ഉള്ളതാണ്. അപ്പൊ നമ്മളിപ്പം മിസ്യൂസ് ചെയ്യാനും പാടില്ല. അതെ. അപ്പൊ കളിക്കുന്ന ഇപ്പം ടീം മാനേജ് ചെയ്ത ഒരാളും കളിക്കാരനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാലും പുള്ളി പൊതുവെ ഒരു സൗഹൃദയനായ മനുഷ്യനായതുകൊണ്ട് ശാന്തനായിട്ട് ആളാ. അതുകൊണ്ട് അൺനെസസറി കൊട്ടേഷനുമായിട്ട് നമ്മൾ ചെല്ലത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി ഓക്കെ എന്ന് പറയാം. എത്ര നേരം നമ്മള് ശരിക്കും പറയാൻ കുറേ കഥകൾ പറഞ്ഞില്ല അവിടെ. നമ്മൾ ഇന്നലെ താമസിച്ച സീ വ്യൂ റിസോർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു ചെറിയ ഹോട്ടലിലേക്ക് നമ്മള് വീണ്ടും എൻട്രി ചെയ്തിട്ടാ ഇവിടെ നിർത്താം. നമ്മൾ താമസിച്ച സ്ഥലമുണ്ട്. നമുക്കിവിടെ നമ്മുടെ സാധനങ്ങൾ എടുക്കാണ്ട് മേനെ പാർക്ക് സൈഡില് പാർക്ക് ചെയ്യണ്ടാ. നമുക്ക് ഇവിടെ ഈ സീ വ്യൂ ഹോട്ടലിൽ നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് ഒരു പപ്സ് കഴിച്ചിട്ടുണ്ടാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് കഴിച്ചിട്ട് പോവാം. രാവിലെ ഇറങ്ങിയത് നമ്മള് എരിവ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുട്ടാ. ടേസ്റ്റിന് അവസാനം കുറച്ച് സോസ് കൂടുതൽ വെച്ചു, എരിഞ്ഞിട്ടൊരു വിധമായി. അപ്പം നമ്മൾ വെച്ച് പിടിക്കാടാ, നമുക്ക് സമയമില്ല. ലാസ്റ്റ് മിനിറ്റ് ആണല്ലേ. എരിവ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുട്ടാ. ടേസ്റ്റിന് അവസാനം കുറച്ച് സോസ് കൂടുതൽ വെച്ചു, എരിഞ്ഞിട്ടൊരു വിധമായി. അപ്പം നമ്മൾ വെച്ച് പിടിക്കാടാ, നമുക്ക് സമയമില്ല. ലാസ്റ്റ് മിനിറ്റ് ആണല്ലേ. സ്ലേവറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശില്പമായിട്ടാണ്. അതായത് ആഫ്രിക്കയിൽ നിന്ന് ഇവരെ കൊണ്ടുവന്നത് കപ്പലുകളിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി, അത് വെസലുകളിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ഭൂഖണ്ഡത്തും താണ്ടി വേറെ ഭൂഖണ്ഡത്തിൽ വരുന്നതിന്റെ ഒരു ഇമോഷണൽ ഒരു അതെ. നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണ. ബോട്ട് വന്നിട്ടുണ്ടോ നോക്കി നോക്കട്ടാ. ഡൊമിനിക്കയിലേക്ക് പോകാനുള്ള ബോട്ടിന് വെയിറ്റ് ചെയ്യട്ടാ. അപ്പൊ നമ്മള് പോർട്ട് ഓഫ് അതോറിറ്റിയിലേക്ക് എത്തിയിട്ടാ. നമ്മുടെ കപ്പല് ആ കിടക്കണ കപ്പലല്ല, നമ്മുടെ കപ്പൽ കുഞ്ഞൊരു കപ്പലാട്ടാ. അത് വമ്പൻ പൈസക്ക് പോണ കപ്പലാണ്. പക്ഷെ നമ്മൾ പോണ കപ്പൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഒരു ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ആ റേഞ്ചിലുള്ള കപ്പലാണ്. പോണെന്ന് പറഞ്ഞാലല്ലേ നിങ്ങളത് കാത്തിരിക്കുള്ളൂ. നമുക്ക് നമ്മുടെ ബാഗ് എടുത്തിട്ട് ഹെഡിങ് ടു 67